ടോപ്പിക് റിലേറ്റീവ് പ്രൊനൗൺ. അപ്പൊ എന്താണ് ഈ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് ചോദിച്ചാൽ ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വാട്ട്, വേർ. ഏതൊക്കെ വാക്കുകള്? ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വാട്ട്, വേർ. ഈ വാക്കുകളാണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺ ആവുന്നു? സെന്റൻസുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഒരു രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാനോ സെന്റൻസിന്റെ നടുക്ക് ഭാഗത്തായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഇതിനെയൊക്കെ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. പൊതുവെ സെന്റൻസുകൾ വലിച്ചു നീട്ടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് റിലേറ്റീവ് പ്രൊനൗൺ. അപ്പൊ ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്ന വാക്കുകൾ? ഹൂ ഉപയോഗിക്കാറുണ്ട്, ഹൂസ്, അതുപോലെ ഹൂം, വിച്ച്, ദാറ്റ്, വാട്ട്, വേർ എന്നിവയാണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഹൂ എവിടെ ഉപയോഗിക്കാം, ഇതേപോലെ ഓരോ റിലേറ്റീവ് പ്രൊനൗണും എങ്ങനെ നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം എന്നതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് ഹൂ. ഹൂ എവിടെ ഉപയോഗിക്കാം? ഓക്കെ, അപ്പം സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് ആണ് നമ്മൾ ഹൂ ആണോ അതേപോലെ ഹൂസ് ആണോ ഹൂം ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇനി നോക്കിയേ, ഹൂ എന്ന് പറയുന്നത് വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ മാത്രമേ ഹൂ ഉപയോഗിക്കാറുള്ളൂ. അതായത് ഹ്യൂമൻ ബീയിങ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസിൽ മാത്രമേ ഹൂ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? പേഴ്സൺ ഒൺലി ആണെന്ന് പറയാം. ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണ് ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന സബ്ജക്റ്റുകൾ വരുന്ന സെന്റൻസിൽ മാത്രം ഉത്തരമായിട്ട് ഉപയോഗിക്കും. നമുക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതുപോലെ ഡോക്ടർ, അതേ വ്യക്തികളുടെ പേര്, ഇതൊക്കെ വന്നു കഴിഞ്ഞതെല്ലാം ഹ്യൂമൻ ബീയിങ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പൊ അത്തരം സബ്ജക്റ്റുകൾ വരുന്ന സെന്റൻസിൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മളൊരു ഇക്വേഷനിലൂടെ ഹൂ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പഠിക്കാം. പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. ഇക്വേഷൻ എങ്ങനെയാണ്? പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. അതായത് തന്നിരിക്കുന്ന സെന്റൻസ് വ്യക്തിയെ സൂചിപ്പിക്കുകയും ഡാഷ് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന വാക്ക് ഒരു ഓക്സിലറി വെർബ് ആയിരിക്കാം, അല്ല എങ്കിൽ ഒരു മെയിൻ വെർബ് ആയിരിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്ക് ഓക്സിലറി വെർബ് വരാം, അല്ല എങ്കിൽ മെയിൻ വെർബ് വരാം. അതിൽ ഏത് വേണോ വരാം. അപ്പൊ എന്താണ് ഈ ഓക്സിലറി എന്ന് പറഞ്ഞാൽ? ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡെയർ, നീഡ്, ഓട്ട് ടു. ഇതാണ് ഓക്സിലറീസ്. നമ്മളറിയാം, പഠിച്ചതാണ്. ഇനി മെയിൻ വെർബ് എന്താണ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. വാക്ക്, ഈറ്റ്, സ്ലീപ്പ്, ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പൊ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഈസ് മുതൽ ഏത് വരെ വരുന്നു? ഓട്ട് ടു വരെ വരുന്ന വാക്കുകളാണ് ഓക്സിലറി എന്ന് പറയുന്നത്. മെയിൻ വെർബ് എന്ന് പറഞ്ഞാലോ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഏതൊക്കെയാണ്? വാക്ക്. എക്സാമ്പിൾ രണ്ടെണ്ണം പറഞ്ഞു നോക്കിയേ. വാക്ക്, ഈറ്റ്, അതുപോലെ ഡാൻസ് മുതലായ വാക്കുകളെയൊക്കെ നമുക്ക് എന്താ പറയാം? മെയിൻ വെർബ് എന്ന് പറയാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസില് ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബാണ് വന്നിരിക്കുന്നെങ്കിൽ അവിടെ ഹൂ മാത്രമേ ചേരാറുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ പറയാം? പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കിയേ. ദിസ് ഈസ് രാഹുല് ഡാഷ് ഈസ് ഗോയിങ് ടു സ്കൂൾ. ദിസ് ഈസ് രാഹുല് ഡാഷ് ഈസ് ഗോയിങ് ടു സ്കൂൾ. ഇവിടെ രാഹുൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്ന വാക്ക് ഏതാണ്? ഈസ്. അതൊരു ഓക്സിലറി വെർബാണ്. അവിടെ ഉത്തരം ഏതേ വരുള്ളൂ? അവിടെ ഉത്തരം ഹൂ മാത്രമേ വരാറുള്ളൂ. മറ്റൊരു റിലേറ്റീവ് പ്രൊനൗണും വരാറില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ദിസ് ഈസ് മനു ഡാഷ് റോട്ട് പോയംസ്. മനു എന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് കഴിഞ്ഞിട്ട് റോട്ട് എന്നത് വെർബാണ്. റൈറ്റിന്റെ വീട്ടുരൂപമാണ്, വെർബാണ്. അതുകൊണ്ട് അവിടെ ഏത് ഉത്തരം വരുന്നു? ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഹൂ
കംപ്ലീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഹൂ എളുപ്പത്തിൽ പഠിക്കാം. എങ്ങനെ പറഞ്ഞു? ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് നോക്കിയാൽ മാത്രം മതി. ഡാഷ് കഴിഞ്ഞ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നതെങ്കിൽ ഹൂ ഉത്തരമായിട്ട് വരും. ക്ലിയർ ആണല്ലോ ഹൂ? അപ്പൊ നമ്മൾ പറഞ്ഞ മറ്റൊരു ചോദ്യം നോക്കിയേ. ദിസ് ഈസ് അരുൺ. ദിസ് ഈസ് അരുൺ ഡാഷ് ഹാസ് റിട്ടൺ പോയംസ്. നോക്കിയേ, പറഞ്ഞു നോക്കിയേ. അപ്പൊ അരുൺ എന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഇനി ഡാഷ് കഴിഞ്ഞ ഹാസ് എന്നത് ഓക്സിലറി വെർബ്. നമ്മൾ ഉത്തരം ഏത് വരുന്നു? ഹൂ എന്നത് ഉത്തരമായിട്ട് വരും. ഇപ്പൊ വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ആണെങ്കിൽ ഹൂ ഉത്തരമായിട്ട് വരും. ഹൂ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷനാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഹൂ ഒരു കണ്ടീഷനിലും കൂടെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എങ്ങനെ പറഞ്ഞു? വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ മാത്രമേ ഹൂ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് അത് ഓർമ്മയുണ്ടെങ്കിൽ ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് ഒന്നിന് ഏതേ ഉത്തരവേ ഉള്ളൂ? ഹൂ മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഇക്വേഷൻ പഠിച്ചേ. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആയിരിക്കും. ഡാഷിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞത് ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്കിനനുസരിച്ചാണ് ഹൂ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഡാഷ് കഴിഞ്ഞിട്ട് ഏത് വാക്ക് വരട്ടെ, പ്രാധാന്യമില്ല. പക്ഷെ പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് എന്തിൽ അവസാനിക്കുന്നുണ്ടോ നോക്കാം. പ്രിപ്പോസിഷനിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇങ്ങനെ പഠിക്കാം. വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസില് പ്രിപ്പോസിഷനിലാണ് ആ സെന്റൻസ് അവസാനിക്കുന്നതെങ്കിൽ പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഇന്ന്, ഓഫ്, അറ്റ്, വിത്ത്, സിൻസ്, ഫോർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് പ്രിപ്പോസിഷൻ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷനാണ് പ്രിപ്പോസിഷനിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഹൂ ഉത്തരമായിട്ട് എഴുതാം. ഇപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഒരു റയർ കണ്ടീഷൻ ആണ്. എങ്ങനെ പറഞ്ഞു? വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ നമുക്ക് ഹൂ ഉപയോഗിക്കാം. ആ സമയത്ത് നമുക്ക് ഡാഷ് കഴിഞ്ഞിട്ട് എന്ത് വാക്ക് വന്നാലും കുഴപ്പമില്ല, എന്തിൽ അവസാനിക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണ് ഡാഷ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഹൂ കഴിഞ്ഞിട്ട് ഒരു ഡാഷ് കൊടുത്തിരിക്കുന്നത്. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ നമുക്ക് ഹൂ ഉപയോഗിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്കിന് അപ്പോൾ പ്രാധാന്യമില്ല. എന്ത് നോക്കാം? സെന്റൻസിന്റെ അവസാന ഭാഗത്ത് പ്രിപ്പോസിഷൻ ഉണ്ടാവുന്ന നോക്കാം. എങ്കിൽ ഉത്തരം ഏതാണ്? ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഇങ്ങനെ പഠിച്ചാലും മതി. വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസ് പ്രിപ്പോസിഷനിൽ അവസാനിച്ചാൽ ഹൂ ഉത്തരമായിട്ട് വരുന്നു. അങ്ങനെ പഠിച്ചാൽ മതി. വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് പ്രിപ്പോസിഷനിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഹൂ ഉത്തരമായിട്ട് വരുന്നു. നമ്മൾ ഇക്വേഷൻ എങ്ങനെ പറയുക? പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഡാഷ്. അതിന്റെ അർത്ഥം അവിടെ എന്ത് വാക്ക് വേണോ വരാം. അതായത് ഡാഷ് കഴിഞ്ഞിട്ട് ഏത് വാക്ക് വേണോ അവിടെ വരാം. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രാക്കറ്റിനകത്ത് ഒരു ഡാഷ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ എന്ത് ചെയ്യുന്നൂടെ? സെന്റൻസ് എന്റെ അവസാനം എന്ത് വരണം? ഒരു പ്രിപ്പോസിഷൻ വരണം. വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പോകും. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലേ മതി. വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ്, പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് എന്തിൽ അവസാനിക്കുന്നു? പ്രിപ്പോസിഷനിൽ അവസാനിച്ചാൽ ഉത്തരം ഏത് വരുന്നു? ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഏത് ഉത്തരം വരുന്നു? ഹൂ ഉത്തരമായിട്ട് വരുന്നു. ചോദ്യം നോക്കിയേ. ദിസ് ഈസ് രാഹുല് ഡാഷ് ഐ ആം വെയിറ്റിംഗ് ഫോർ. കണ്ടല്ലോ, ഇവിടെ രാഹുൽ എന്ന് പറയുന്ന വാക്ക് പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് അപ്പൊ നോക്കണോ? വേണ്ട. സെന്റൻസിന്റെ അവസാനം കിടക്കുന്ന വാക്ക് നോക്കിയേ, അതൊരു പ്രിപ്പോസിഷൻ ആണ്. എന്ത് ചെയ്യുന്നത്? ഫോർ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ. അതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരം ഏത് വരുന്നു കുട്ടികളെ? എന്ത് ചെയ്യും? ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് പ്രിപ്പോസിഷനിലാണ് അവസാനിക്കുന്നതെങ്കിലും ഹൂ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഹൂവിന് രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ഒന്നാമത് കോമൺ കണ്ടീഷൻ ആണ് പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. ഇവിടെ ഡാഷ് കഴിഞ്ഞ ഉടനെ ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ ഉത്തരം ഹൂ. അതിലാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഡാഷ് കഴിഞ്ഞ് വരുന്ന വാക്കിന് പ്രാധാന്യമില്ല. വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻസ് എന്തിൽ അവസാനിക്കണം? പ്രിപ്പോസിഷനിൽ അവസാനിച്ചാൽ ഉത്തരം ഹൂ. ക്ലിയർ ആണല്ലോ? ഹൂ ഇത്രയേ ഉള്ളൂ ഹൂവിന്റെ കണ്ടീഷൻ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹൂസ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹൂസ്. അപ്പൊ ഹൂസ് വളരെ എളുപ്പമാണ്. ഒരു ചെറിയ ഇക്വേഷൻ പഠിക്കുക. ഹൂസ് പ്ലസ് നൗൺ. എന്തെന്ന് പഠിക്കുക? ഹൂസ് പ്ലസ് നൗൺ. അതായത്
തന്നിരിക്കുന്ന സെന്റൻസിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് കിടക്കുന്നതെങ്കിൽ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിന്റെയെങ്കിലും പേരായ ശബ്ദങ്ങളാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഹൂസ് ഉപയോഗിക്കാം. മറ്റൊരു റിലേറ്റീവ് പ്രൊനൗണും വരാറില്ല. എന്ത് പഠിക്കാം? ഹൂസ് പ്ലസ് നൗൺ. ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വരുന്നതെങ്കിൽ അവിടെ ഹൂസ് ഉത്തരമായിട്ട് വരും. ഓക്കെ, വളരെ എളുപ്പമല്ലേ? ഹൂസ് പ്ലസ് നൗൺ. അപ്പൊ സെന്റൻസിലെ സബ്ജക്റ്റ് ഒന്നും നോക്കട്ടെ. സബ്ജക്റ്റ് എന്തോ വരട്ടെ, ഏത് സബ്ജക്റ്റ് വന്നാലും കുഴപ്പമില്ല. പേഴ്സൺ ആയിരിക്കാം, പിന്നെ അതേപോലെ തിങ്സ് ആയിരിക്കാം, ആനിമൽ ആയിരിക്കാം, ലിവിങ്ങോ അല്ലെങ്കിൽ നോൺ ലിവിങ്ങോ, തിങ് എന്ത് വന്നാലും സാരമില്ല. ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്ക് നോക്കുക, അതൊരു നൗൺ ആണെങ്കിൽ ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. ഇപ്പൊ ഇക്വേഷൻ എങ്ങനെ പഠിക്കാം? ഹൂസ് പ്ലസ് നൗൺ. ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ ടൈഗർ ഡാഷ് വൺ ഐ ഈസ് ബ്ലൈൻഡ്. ദിസ് ഈസ് ദ ടൈഗർ ഡാഷ് വൺ ഐ ഈസ് ബ്ലൈൻഡ്. നോക്കിയേ, ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക് ഏതാണ്? വൺ ഐ, ഒരു കണ്ണ്. അതൊരു നൗൺ അല്ലേ? മുകളിൽ നൗൺ എഴുതി വെക്കുക. ഉത്തരം ഏത് വരുന്നു? ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ദിസ് ഈസ് മനു ഡാഷ് അങ്കിൾ ഈസ് ഗോയിങ് ടു ദുബായ്. ദിസ് ഈസ് മനു ഡാഷ് അങ്കിൾ ഈസ് ഗോയിങ് ടു ദുബായ്. ഇവിടെ നോക്കിയേ, ഡാഷ് കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് എന്ന് പറയുന്നത് അങ്കിൾ എന്ന വാക്കാണ്. അങ്കിൾ എന്ന് പറയുന്നത് ഒരു നൗൺ ആയതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് രാഹുൽ ഡാഷ് പേഴ്സ് ഈസ് മിസ്സിംഗ്. ദിസ് ഈസ് രാഹുൽ ഡാഷ് പേഴ്സ് ഈസ് മിസ്സിംഗ്. ഇവിടെ പേഴ്സ് എന്ന് പറയുന്നത് ഒരു നൗൺ ആയതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ദ ടേബിൾ ഡാഷ് വൺ ലെഗ് ഈസ് ബ്രോക്കൺ. ദിസ് ഈസ് ദ ടേബിൾ ഡാഷ് വൺ ലെഗ് ഈസ് ബ്രോക്കൺ. നോക്കിയേ, ഇവിടെ വൺ ലെഗ് എന്ന് പറയുന്നത്, ഒരു കാല് എന്ന് പറയുന്നത് ഒരു നൗൺ ആയതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഹൂസ് ഉത്തരമായിട്ട് വരും. ഇപ്പൊ ഹൂസിന്റെ കണ്ടീഷൻ എങ്ങനെ പറഞ്ഞു? ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ റിലേറ്റീവ് പ്രൊനൗൺ ആണ്. മൂന്നാമത്തെ റിലേറ്റീവ് പ്രൊനൗൺ ഹൂം ആണ്. നമ്മൾ ഹൂ പറഞ്ഞു, ഹൂ എന്തെന്ന് പറഞ്ഞു? ഹൂവിന്റെ ഇക്വേഷൻ പേഴ്സൺ ഓൺലി സെന്റൻസുകളാണ്. ഇക്വേഷൻ എങ്ങനെ പറഞ്ഞു? ഹൂ പ്ലസ് അല്ലെങ്കിൽ പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. രണ്ടാമത് ഏത് പറഞ്ഞു? ഹൂസ് പറഞ്ഞു. ഹൂസിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഹൂസ് പ്ലസ് നൗൺ, ഡാഷ് കഴിഞ്ഞിട്ട് നൗൺ പറഞ്ഞു ഇല്ലേ? ഹൂവിന് ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞില്ല. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസ് എന്തിൽ അവസാനിക്കണം? പ്രിപ്പോസിഷനിൽ അവസാനിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഹൂമാണ്. ഹൂം എന്ന് പറയുന്നതും ഹൂ പോലെ പേഴ്സൺ ഓൺലി ആണ്. വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ മാത്രമേ എന്ത് വരാറുള്ളൂ? ഹൂം വരാറുള്ളൂ. ഇപ്പൊ ഹൂമും പേഴ്സൺ ഓൺലി സെന്റൻസുകളാണെന്ന് പറയാം. വ്യക്തികൾ സബ്ജക്റ്റ് ആയി വരുന്ന സെന്റൻസിൽ മാത്രമേ വരാറുള്ളൂ. അപ്പൊ അതിന്റെ ഇക്വേഷൻ പഠിക്കാം. പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രോനൗൺ. എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ ഹൂവിന്റെ കാര്യത്തിൽ എന്തെന്ന് പറഞ്ഞു? പേഴ്സൺ പ്ലസ് ഹൂ പ്ലസ് ഓക്സിലറി ഓർ മെയിൻ വെർബ്. ഇവിടെ പ്രോനൗൺ ആണ് വരുന്നത്. ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ പറഞ്ഞു. പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ. ഏതൊക്കെ? ഐ, വി, യു, അതേപോലെ ഹി, ഷീ, ഇറ്റ്, ദേ. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇവ കൂടാണ്ട് വരുന്ന പ്രോനൗണുകളാണ് സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, എവരിബഡി, ദി, എവരിവൺ, എവരിതിങ്, എവരിതിങ്, എവരിവൺ, എവരിബഡി, എവരിവൺ, എവരിതിങ്, അതുപോലെ നോബഡി, നോ വൺ, ദി, നത്തിങ്, ദി, നോബഡി, നോബഡി, നോ വൺ, നത്തിങ്. ഏതൊക്കെ വാക്കുകൾ പറഞ്ഞു? നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെ പറഞ്ഞു? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അതുകൂടാണ്ട് ഏതായിരുന്നു? എവരിബഡി, എവരിവൺ, എവരിതിങ്, സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്. അപ്പൊ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഏത് ഉത്തരം എഴുതാം? ഹൂം എഴുതാം. ഏത് സബ്ജക്ട് വരണം? പേഴ്സണെ സൂചിപ്പിക്കുന്ന സബ്ജക്ട് വേണം. അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞേ, പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രോനൗൺ. വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഉത്തരം ഹൂം. നോക്കിയേ, ചോദ്യം നോക്കിയേ. ദിസ് ഈസ് രാഹുൽ ഡാഷ് ഐ ആം വെയിറ്റിംഗ്.
ദിസ് ഈസ് രാഹുല് ഡാഷ് ഐ ആം വെയിറ്റിംഗ്. ഓക്കെ, രാഹുൽ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, ഐ എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഹൂം ഉത്തരമായിട്ട് വരുന്നു. ഹൂം ഉത്തരമായിട്ട് വരുന്നു. ഇനി അടുത്ത് നോക്കിയേ, ദിസ് ഈസ് മനു ഡാഷ് ഐ കോറൽഡ് യെസ്റ്റർഡേ. നമുക്ക് മനു എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്, ഐ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഹൂം ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറഞ്ഞു ഹൂമിന്റെ ഇക്വേഷൻ? പേഴ്സൺ പ്ലസ് ഹൂം പ്ലസ് പ്രോനൗൺ. ഓക്കെ, നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതേ സെന്റൻസ് ഒരു പ്രിപ്പോസിഷനിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഉത്തരം ഏതിലേക്ക് പോകുന്നു? ഹൂം എഴുതാൻ പാടുണ്ടോ? ഹൂ എഴുതുക. ഹൂമിന് പകരം ഹൂ എഴുതുക. കാരണം എന്താണ്? വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ് പ്രിപ്പോസിഷനിൽ അവസാനിച്ചാൽ ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്കിന് പ്രാധാന്യം ഇല്ല. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കാം. ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ മാത്രം ശ്രദ്ധിക്കരുത്. ഇപ്പൊ നോക്കി ഇതേ സെന്റൻസ് തന്നെ, ദിസ് ഈസ് രാഹുല് ഡാഷ് ഐ ആം വെയിറ്റിംഗ് ഫോർ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഹൂം എഴുതാൻ പാടുണ്ടോ? ലാസ്റ്റ് ഫോർ വന്നു കഴിഞ്ഞാൽ ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഐക്ക് പ്രാധാന്യം ഇല്ല. നോക്ക്, ദിസ് ഈസ് മനു ഡാഷ് ഐ കോറൽഡ് ദി വിത്ത്. യെസ്റ്റർഡേക്ക് വരും വിത്ത് എന്നാണ് വന്നാലോ കോറൽഡ് വിത്ത്. വിത്ത് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏത് വരുന്നു? ഹൂമിന് പകരം ഹൂ എഴുതുക. അപ്പൊ 3 റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ നോക്കിയത്. ഹൂ നോക്കി, ഹൂസ് നോക്കി, ഹൂം നോക്കി. ക്ലിയർ ആണല്ലോ?